സുഹൃത്തുക്കളെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മളെ എല്ലാവർക്കും അറിയും സ്പോട്ടിഫൈ ഒക്കെ ആകെ നമ്മളെ പറ്റിച്ചിരിക്കുകയാണ്. കാരണം സ്പോട്ടിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്കറിയാം, നമ്മുടെ ആദ്യം നമ്മൾ മോഡ് വെർഷനാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ മോഡ് വെർഷൻ്റെ കുഴപ്പം എന്ന് പറയുന്നത് മോഡ് വെർഷൻ നിങ്ങൾ എടുക്കാതിരുന്നതിന് പണി കിട്ടും. കാരണം മോഡ് വെർഷൻ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാൻ നോക്കിയാൽ ഓക്കെ, അത് നോർമലി ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. പക്ഷേ പാട്ട് കേൾക്കാൻ നമുക്ക് കഴിയില്ല, എറർ കാണിക്കും. മോഡ് കാരണം ബാൻ ചെയ്തിരിക്കുകയാണ്. സൂക്ഷിക്കുക, മോഡ് എടുക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എടുത്താൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് വരും. ആഡിന്റെ ശല്യം ഉള്ളതാണ് നമ്മൾ മോഡൽ വെർഷൻ എടുക്കുന്നത്. ആഡ് വരും, അങ്ങനെ ഒരുപാട് ശല്യം ഉണ്ടാവും. അപ്പോൾ ആഡ് വരും, ഓരോ ഷഫിൾ ചെയ്യുമ്പോൾ ഓരോ പാട്ട് ഷഫിൾ ചെയ്യുമ്പോൾ ആഡ് ആയിരിക്കും വരിക. അപ്പോൾ അവിടെ ആഡ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഡിസ്റ്റർബ് ആയിരിക്കും. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ആപ്പ് ഉണ്ടല്ലോ, കിടുക്കലൊരു ആപ്പാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അവസാനമായിട്ട് ഞാൻ ഈ ആപ്പിന്റെ പേര് പറയാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ആപ്പിന്റെ പേര് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. വൈ മ്യൂസിക് എന്നാണ് ആപ്പിന്റെ പേര്. ആപ്പിന്റെ പേര് വൈ മ്യൂസിക്. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ എങ്ങനെയുള്ള മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് വൈ മ്യൂസിക് APK ലേറ്റസ്റ്റ് വെർഷൻ നിങ്ങൾ സെർച്ച് ചെയ്യുക. ആദ്യം കാണുന്ന ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് കാണുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. അവിടെ എനിക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അതിൽ കയറി നിങ്ങൾ ഡൗൺലോഡ് സാധാരണ എങ്ങനെയാണ് APK ഡൗൺലോഡ് ചെയ്യുക, അങ്ങനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പോൾ വളരെ മികച്ചൊരു ആപ്ലിക്കേഷൻ വൈ മ്യൂസിക്. ഒരാളുമില്ല, നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ സാധിക്കും. അപ്പോൾ മ്യൂസിക് പ്രേമികൾക്കും മാത്രമല്ല ഇന്ന് വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിൽ ഞാൻ പറയുന്നുണ്ട്, വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ വീട്ടിലേക്ക് പോകാം. സോ ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ്. ഇത് ക്ലോസ് ചെയ്യാം. സോ ഇപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും സ്പോട്ടിഫൈയുടെ ഒരു ആവശ്യമില്ല, ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ പാട്ടുകളും ഇതിൽ കാണാൻ സാധിക്കും. ഇവിടെ സ്ക്രോൾ ചെയ്തതിന് ഇവിടെ ടാബുകൾ ഉണ്ട്. അവിടെ സ്ക്രോൾ ചെയ്തതിൻ്റെ T സീരീസ് ഒരുപാട് ഗായകർ പാടിയ പാട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ മ്യൂസിക്കിൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ മ്യൂസിക്കുകളും അവൈലബിൾ ആണ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ കേട്ട പാട്ടുകളുടെ ലിസ്റ്റൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ കേട്ട പ്ലേ ലിസ്റ്റൊക്കെ നമുക്ക് ഇതിനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ സെർച്ച് എന്ന ഓപ്ഷനാണ്. നമുക്ക് ഇഷ്ടമുള്ള പാട്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. സ്പോട്ടിഫൈനെക്കാട്ടി ഏകദേശം നല്ല ഒരു ആപ്ലിക്കേഷൻ തന്നെയെന്ന് പറയാം. പിന്നെ ഇവിടെ 3 ഡോട്ട് ഉണ്ട്. 3 ലൈൻസ് ഉണ്ട്. 3 ലൈൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈബ്രറി, സെറ്റിങ്സ്, ഡൗൺലോഡ് മാനേജർ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഞാനിപ്പോൾ ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല, നമ്മൾ ഡൗൺലോഡ് ചെയ്ത പാട്ടുകൾ ഇവിടെ കാണാൻ സാധിക്കും. നമുക്കത് ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാലറിയിലോട്ട് ഡയറക്റ്റ് നമുക്ക് ഷെയർ ചെയ്ത് നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നല്ലൊരു ഡൗൺലോഡറും കൂടിയാണ്. അതായത് യൂട്യൂബിൽ ഒരു പാട്ട് നമ്മൾ യൂട്യൂബ് പോയി ഓപ്പൺ ചെയ്ത് യൂട്യൂബിൽ ഷെയർ ആയിക്കൊണ്ടുള്ള അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ വരും. അപ്പോൾ ആപ്ലിക്കേഷൻ ഷെയർ ചെയ്തില്ല MP4 MP3 ക്വാളിറ്റി, വളരെ മികച്ച ഓഡിയോ ക്വാളിറ്റിയിൽ വീഡിയോ ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ അവൈലബിൾ ആണ്. വീഡിയോ ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ ഒരുപാട് ഫീച്ചറുണ്ട്. അത് നിങ്ങൾ അതൊക്കെ ഉപയോഗിച്ച് നോക്കുക. വളരെ നല്ലൊരു ഫീച്ചറൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ റിമൂവ് ആഡ്സ് അത് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓൾറെഡി ആഡില്ല. ഞാനൊരു പാട്ട് ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചൊരു പാട്ട്, നിങ്ങളതൊന്ന് ജസ്റ്റ് ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചാൽ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ്. അതൊന്ന് ക്ലോസ്. ഇതാണ് പാട്ട്, അത് ലാൻഡ്സ്കേപ്പിലായതാണ്. ഇതാണ് പാട്ട്. എനിക്ക് കോപ്പി റൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കണ്ടില്ല, പാട്ടിൻ്റെ മുകളിൽ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് 3 ഡോട്ട് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ ഈക്വലൈസർ അഡ്ജസ്റ്റ് ചെയ്യും. ഈക്വലൈസർ, ഓഡിയോ സ്പീഡ്, ഓഡിയോയുടെ വോളി നമുക്ക് കൂട്ടാൻ സാധിക്കും. അതിലോട്ട് ഞാൻ പോകുന്നില്ല, വീഡിയോ ലെങ്ത് ആയപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇവിടെ സെർച്ച് റിലിക്സ് ഓൺ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിലിക്സ് നമുക്ക് ഗൂഗിളിൽ നിന്ന് കറക്റ്റിലോട്ട് ഇതിന്ന് വഴി നമുക്ക് സെർച്ച് ചെയ്യാം. പിന്നെ സേവ് പ്ലേലിസ്റ്റ്, പിന്നെ യൂട്യൂബ് പ്ലേലിസ്റ്റ്, നമുക്കൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. യൂട്യൂബ് പ്ലേലിസ്റ്റിന് അതിനെ എടുക്കാൻ സാധിക്കും. വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ ഇതിൻ്റെ കമൻറ്റ്സ്, ഇവിടെ വന്ന കമൻറ്റ്സ്, യൂട്യൂബ് കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, കമൻറ്റുകൾ. അപ്പോൾ ആ കമൻറ്റൊക്കെ നമുക്ക് ഈ വന്നിരിക്കുന്ന കമൻറ്റൊക്കെ ഇതിൻ്റെ വായിക്കാൻ സാധിക്കും. ഒരു ആഡ് പോലും വരാതെ നമുക്ക് പാട്ടുകൾ ഇതുപോലെ നമുക്ക് ഇതിൽ വൈ മ്യൂസിക് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക. വളരെ മികച്ച ആപ്ലിക്കേഷനാണ്. ഞാൻ ഈ ഫീച്ചർ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് കൂടുതൽ ഫീച്ചറുകൾ നിങ്ങളത് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ആപ്പ് ഇഷ്ടപ്പെട്ടോ എല്ലാവരും? അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ മുമ്പേ ചാനൽ ഒന്ന് സബ് ചെയ്തിരിക്കുക.
ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിനേക്കാൾ മികച്ച മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ.